വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുദിന പ്രഭാത സന്ദേശം ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലത്തെ തുടർമാനമായി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ ഭാഗമാണ്. ശതാധിപൻ പറയുന്നു, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. ഞാൻ ഒരാളോട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരാളോട് പോകാമെന്ന് പറഞ്ഞാൽ അവർ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് ഇതിനുള്ള സന്ദേശം? ആദ്യം ഒന്ന് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ സുഖമില്ലായിരിക്കും കിടക്കുന്നു. കർത്താവ് ഞാൻ വരും, സൗഖ്യമാക്കും. അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ പുറയ്ക്കത്തോരൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇവിടെ താൻ പറയുകയാണ്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. നമ്മളൊരാളോട് പറയാം ഞാനും അധികാരത്തിൻ്റെ കീഴിലെന്ന് പറയുമ്പോൾ എന്താണ്? ആ വ്യക്തി അധികാരത്തിന് കീഴിലുള്ള ആളാണ്. ഈ ഭൂമിയിൽ എന്താണ് അധികാരം? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നത്. താൻ അധികാരമുള്ളവനാണ് ഭൂമിയിൽ. അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞ, കട്ടപ്പെട്ട കഴുതയെ നിങ്ങൾ പോയി ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ കട്ടപ്പെട്ടിരിക്കുന്ന കഴുതയും കുട്ടിയും കാണാം, നിങ്ങൾ അഴിക്കണം. ആരാനാലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. അവിടെ പറയണം, ഞാനും അധികാരത്തിന് പറഞ്ഞാൽ നീയും അധികാരത്തിന് കീഴിൽ. എൻ്റെ കണ്ടില്ലേ, എൻ്റെ കൂടെ ദാസന്മാരുണ്ട്. വരാൻ പറഞ്ഞാൽ വരുന്നു, പോകാൻ പറഞ്ഞാൽ പോകുന്നവരനുസരിക്കുന്നു. പക്ഷെ കർത്താവിൻ്റെ കൂടെ ആ ശിഷ്യന്മാരെ അല്ല അവൻ ഉദ്ദേശിച്ചത് കോടാനുകൂടി ദൂതന്മാർ, ദൂതഗണങ്ങൾ അവനോട് കൂടെയുണ്ട്. പിലാത്തോസിൻ്റെ മുമ്പിൽ നിന്നുള്ള പറയുന്നുണ്ട്, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പിലാത്തോസ് പറഞ്ഞു, നിന്നെ ശിക്ഷിക്കാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്. യേശു പറയുന്നൊരു വാക്കുണ്ട്, മുകളിൽ നിന്ന് അധികാരം ലഭിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരം ഇപ്പം ഞാൻ കൽപ്പിച്ചാൽ എത്ര അധികം ലിഖ്യുവൻ അതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ദൂതന്മാർ എനിക്ക് നിന്നെ ഏറ്റവും വ്യാപരിക്കും. കാരണം ഞാനിത് സഹിക്കേണ്ടത്. അതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ നാമത്തിന് അധികാരമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ആ നാമത്തിൽ നിനക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ആ സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. Therefore go and preach the good news and heal the sick and deliver the people out of their bondage and baptize them in the name of Father and Son and Holy Ghost. നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടുത്തുകയും നിങ്ങൾ പോയി ഈ സുവിശേഷം പ്രസംഗിപ്പീൻ. കാരണം എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കത് കൈമാറിയിരിക്കുകയാണ്. നമുക്ക് ഈ വെളിപ്പാടോടെ മുന്നേറാം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അനവധി ബന്ധിതരെ, ഭാരപ്പെടുന്നവരെ, തകർന്നവരെ, ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരെ, ആത്മഹത്യ ചിന്തയിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ ഈ നാമത്തിൽ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് അതിന് മുഖാന്തരം ഒരുങ്ങട്ടെ. ശതാധിപൻ പറഞ്ഞ പോലെ നമുക്കും അവൻ അധികാരമുള്ളവനാണ്. ഇന്നും അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നമുക്കറിയാതെ കഴിഞ്ഞവൻ ഒറ്റ വാക്ക് പറയുമ്പോൾ ആ ഭവനത്തിലിരുന്ന ബാല്യക്കാരൻ സൗഖ്യമാണ്. അപ്പോൾ ദൂതൻ മൂവ് ചെയ്യുകയാണ്. അപ്പം ഹൃദയക്കണ്ണ് തുറന്ന് ഒന്ന് കാണാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.